கல்யாணி போன் பண்ணி சொல்ல வேண்டாம். ஸ்ரீ பாலு கார்ல ஏறி வந்துடுவாள். அப்பவே சொல்லலையா? இப்ப என்னாச்சு? என்ன மணி என்ன இது? കോർട്ടിന്ന് വരുന്ന വഴി കാർ റിപ്പയർ ആச்சு. பாரு பாலு, பாரிஸ்டர் விஸ்வேஸ்வர் ஐயரோட ஜூனியர் സീനിയർ അഡ്വക്കേറ്റ് മണിശങ്കർ BAMLോட കോലത്തെ പാര്. അവനവന്റെ കാറ് കേടായാൽ കഴിയുന്നത് അവനവൻ തന്നെ ഒരു കൈ നോക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രമേ വർക്ക്ഷോപ്പുകാരെ ഡിപ്പെൻഡ് ചെയ്യാവൂ. அதுதான் நம்ம പോളിസി. என்ன உனக்கு உடம்புக்கு ஏதாவது வந்தா தனியா தானே ட்ரீட்மெண்ட் நடத்துறது, அல்லாத உடனடியா ஹாஸ்பிட்டலுக்கு போகிறது கிடையாதே. ஆமா, ஆனா பாலுவோட ப்ரொஃபஷன் வந்து டாக்டர் ஆக்கும். உங்களோட ப்ரொஃபஷன் என்ன? கார் மெக்கானிக்கா, அட்வொகேட்டா? வாடா ராஜு. பாலு நீயும் வா, டிஃபன் சாப்பிட்டுட்டு போலாம். ஐயோ വേണ്ട വേണ്ട, പുതിയ റെസിപ്പി നോക്കി ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിനകത്ത് കേറിയോ പാചക പരീക്ഷണം? അത് പേടിച്ചല്ലേടാ ഞാൻ ഈ കാറിന്റെ അടിയിൽ നടക്കാതെ കിടക്കുന്നത്. ஐயோ ரஷ்மி, உனக்கு என்ன ஆச்சு? இவளோட மேரேஜ் ஃபிக்ஸ் பண்ணிட்டு 2 வாரம் தானே ஆச்சு. அதுக்குள்ள பாரு மெலிஞ்ச பகுதியாയി. ഇനി ഒരു ഫുൾ മന്ത് ഇരിക്ക കല്യാണത്തിക്ക്. ഇങ്ങനെ പോയാലേ പയ്യനെ ആളെ തിരിച്ചറിയാൻ പറ്റില്ല. ഓ ബാലുമാമ. ശരി. ഓ ശരി ബൈ. ഏയ് உள்ள ஊத்தி குடுக்கறான், அப்பம் குடிக்கிறான். ஆண்டவா, குடிக்கிறதோ பேய் தண்ணி. என்னால இதெல்லாம் பாத்துட்டு இருக்க முடியாதுடா. கடவுளே, ஏன்டா இப்படி இதெல்லாம் சாப்பிட்டு உடம்ப கெடுத்துக்கிறானோ? சொல்றதுக்கு யாருமே இல்லையே. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് നീ എന്താ പറഞ്ഞേ? എന്ത്? നീ തെളിച്ചു പറയണമായിരിക്കും. ശ്രീലക്ഷ്മിയും കൂട്ടി തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് എന്താ പറഞ്ഞതെന്ന്. ഓ അതോ? അത് തന്നെ. അത് വന്ന് അപ്പ ഇതുവരെ ഒരു കാര്യവും ഞാൻ ഉങ്കിട്ട മറച്ചതില്ല. എന്റെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറുന്നതല്ലേ അതിന്റെ ഒരു ശരി. നിന്റെ അടുത്ത് എന്ത് മറച്ചു എന്നാണ്? സത്യം പറയേ, ശ്രീയാണ്ടി உங்களுக்கு പിടിക്കலையா? ചിരിച്ചങ്ങുഴപ്പല്ലേ? ഉങ്ങളെ കണ്ടാ വലിയ പ്രായമൊന്നും തോന്നാതെ. യു ആർ സ്റ്റിൽ യങ് അപ്പ. പിന്നെന്താ രാജു? യെസ് അപ്പ. ശ്രീയാണ്ടിക്ക്, മണിമാമയ്ക്ക്, എനിക്ക് എല്ലാവർക്കും അത് ആഗ്രഹമാണ്. ഉങ്ങൾക്കും. ஆனா நீங்க எதுக்கு அது உங்ககிட்ட இருந்து மறைக்கிறீங்க? ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു നല്ല അസോസിയേറ്റ്, പുറത്ത് അതിലും നല്ലൊരു ഫ്രണ്ട്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെയും നീ അടക്കം മറ്റുള്ളവരുടെയും മനസ്സിലുള്ള ഈ ആഗ്രഹം മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷേ എനിക്ക് ശ്രീയോട് തോന്നിയ ഇഷ്ടം അത്തരത്തിലുള്ള ഒരു അടുപ്പമായി ഇനി മാറിയിട്ടില്ല. ഇപ്പോ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്റെ അമ്മ, എന്റെ രുക്കു മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചൊരു വലിയ ചുമതല നിന്നെ വളർത്തി ഒരു നിലയിലാക്കുക. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. മറ്റൊന്നിനും ഈ അപ്പാവുടെ മനസ്സിലിടമില്ലടാ കണ്ണ. സത്യം. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടറെ അർജന്റായിട്ട് ലൈനിൽ കിട്ടണം. 1 minute. അപ്പാ ഫോൺ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഹലോ, ഡോക്ടർ ഹിയർ.
ഡോക്ടർ ശിവദാസ് ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിന് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ. എന്ത് പറ്റി? കുറച്ച് ക്രിട്ടിക്കലാണ്. പേഷ്യന്റിന്റെ ബന്ധുക്കൾ അജിറ്റേറ്റഡ് ആണ്. ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി ഡോക്ടർക്ക് കൊടുക്കാം. ഹലോ, ഡോക്ടർ സേതു ഹിയർ. ഹൗസ് ദ പേഷ്യന്റ്? പെർഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ട്. ഒന്നും പറയാൻ വയ്യ. ഒരു എമർജൻസി സർജറി വേണ്ടി വരും. ഡോക്ടർ കൂടി വന്നാലേ. ഞാനിതാ വരുന്നു. പ്രിപ്പയർ ദ പേഷ്യന്റ് ഫോർ ദ സർജറി. കയ്യബദ്ധം പോലും. മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? രാജു, ശ്രീ ആന്റി റെഡി ആയിരിക്കാൻ പറ. ഞാൻ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യാം. ശരിപ്പാ. മനപ്രയാസം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. സാർ അതൊന്നും സാരമാക്കരുതെന്ന്. അച്ചായന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന്. ജീവൻ രക്ഷപ്പെടുത്തുന്നതും കൈവിട്ടു പോകുന്നതുമെല്ലാം മുകളിലൊരാളുണ്ട്. അവിടുത്തെ തീരുമാനമാണ്. ഞങ്ങൾ പരമാവധി സഹകരിക്കുന്നു എന്ന് മാത്രം. ഈ ഡോക്ടറുടെ കൈപുണ്യം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താറില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൈ അബദ്ധവും. രണ്ടും മനഃപൂർവ്വമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ദയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വർഗത്തോട് കാണിക്കണം. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. സമാധാനമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവരോട്, പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ആശുപത്രി ആണെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുമെന്ന്. മിസ്റ്റർ കുര്യാക്കോസ്, ഈ എമർജൻസി ഓപ്പറേഷന്റെ ഒരു എക്സ്പെൻസും പേഷ്യന്റിനെ ബില്ല് ചെയ്യാൻ പാടില്ല. തൃപ്തിയായില്ല സാർ. ചായ. ഹലോ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യ ഹിയർ. ഇത് മലയാള മനോരമയിൽ നിന്നാണ്. അവർ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ബട്ട് ഫോർ വാട്ട്? +2 പബ്ലിക് എക്സാമിനേഷന്റെ റിസൾട്ട് എത്തിയിട്ടുണ്ട്. മകൻ രാജു വിശ്വത്തിനാണ് ഫസ്റ്റ് റാങ്ക്. റിയലി? യെസ് ഡോക്ടർ. മറ്റാരെങ്കിലും പറഞ്ഞ് വിവരം അറിയുന്നതിന് മുമ്പേ അറിയിക്കുവാൻ വേണ്ടിയാണ് ഡോക്ടറെ ഞങ്ങൾ ഇത്ര രാവിലെ തേടി പിടിച്ചത്. താങ്ക് യു. അതെ, എന്നാണ് ഡോക്ടറുടെ സെലിബ്രേഷൻ? സെലിബ്രേഷൻ? ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആണ്. പാർട്ടി വേണം. ഓ, പാർട്ടി? ഷുവർ. Any day, any time. Okay. Thank you very much.